നിങ്ങൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടോ? അല്ല, വല്ലപ്പോഴെങ്കിലും സ്കിപ്പ് ചെയ്യാറുണ്ടോ? ശരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കുമെന്ന് അറിയോ? രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ക്ഷീണവും തലർക്കൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തലച്ചോറ് ഓടുന്നത് തന്നെ ഈ ഗ്ലൂക്കോസിന്റെ മേലെയാണ്. അതിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഫോക്കസ് ഇല്ലായ്മ അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെ മറികടക്കാൻ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ അങ്ങ് റിലീസ് ചെയ്യും. അപ്പോഴെന്താ സംഭവിക്കുക? കുറച്ചും കൂടി ഹംഗ്രിയർ ആവും, അതായത് വിശപ്പ് കുറച്ചും കൂടി കൂടാൻ തുടങ്ങും. അതുകൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഉച്ചക്ക് കഴിക്കുമ്പോൾ അല്ലെ വൈകുന്നേരം കഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യും, അഥവാ ഉപാപചയം കുറയാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽസിനെ ബാധിക്കും. അങ്ങനെയാണ് ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി, അതേപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവുക. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊന്നല്ല പറയുന്നത്, പക്ഷേ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, അതേപോലെ തന്നെ ഹെൽത്തി കാർബ്സിനൊക്കെ ഉൾപ്പെടുത്തുക. അതായത് മുട്ട, ഓട്സ്, നട്ട്സ്, ഫ്രൂട്ട്സിനൊക്കെ അങ്ങ് ഉൾപ്പെടുത്തുക. സോ നാളെ രാവിലെ ഡോണ്ട് സ്കിപ്പ്, ഫ്യൂൽ അപ്പ് ഫസ്റ്റ്.